മീഡിയാസ് പുറത്ത് വിട്ടതിലാണ് എല്ലാവരും കളക്ടറും എല്ലാവരും ഇടപെട്ടത്. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ, ശിശു വികസന കമ്മീഷൻ എല്ലാവരും അറിഞ്ഞത് മീഡിയാസ് വഴിയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുവരെയും കുഞ്ഞുങ്ങൾക്ക് ചെലവിനുള്ളൊരു തുക കോടതി അനുവദിച്ചിട്ടില്ല. ഇനി അത് അനുവദിക്കുമെന്നായിരിക്കും ആണ് പ്രതീക്ഷ. നമസ്കാരം. നീതു നമ്മളോടൊപ്പമുണ്ട്. തുടർ നടപടി എന്നോണം നീതുവിനെ ഇപ്പോൾ വീട്ടിനകത്ത് കയറ്റി മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീതു ഇപ്പോൾ വീട്ടിൽ നിന്ന് എടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി എന്താണ് നീതുവിന് പറയാനുള്ളത് എന്ന് കേൾക്കാം. നന്ദിയുണ്ട് എല്ലാവരോടും, പ്രത്യേകിച്ച് പോലീസ് CI വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസിനോടും നന്ദിയുണ്ട്. CI സാർ, SI സാർ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു. അതുപോലെ തന്നെ കോടതിയിൽ നിന്ന് വ്യക്തമായിട്ടുള്ള നീതി തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ വീട്ടിൽ കയറി താമസിക്കാനുള്ളൊരു നീതി കിട്ടിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനായിട്ടുള്ള എൻ്റെ അഡ്വക്കേറ്റ് 2-3 ദിവസമായി ഈ സ്വന്തം സഹോദരിയെ പോലെ, സ്വന്തം വീട്ടിലൊരു സഹോദരിക്ക് എന്ത് സംഭവിച്ചോ അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. 3 ദിവസവും എൻ്റെ അഡ്വക്കേറ്റും അതുപോലെ തന്നെ അഡ്വക്കേറ്റിൻ്റെ ഹസ്ബൻഡും 2 പേരും സഹോദരിക്ക് എന്ത് സംഭവിച്ചോ അതുപോലെ തന്നെ രാവിലെയെന്നോ രാത്രിയെന്നോ ഇല്ലാതെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ മീഡിയാസ്, മലയാളി ന്യൂസ് ചാനൽ, റിപ്പോർട്ടർ, 24 എല്ലാ മീഡിയാസിന് നന്ദിയുണ്ട്. മീഡിയാസ് പുറത്ത് വിട്ടതിലാണ് എല്ലാവരും കളക്ടറും എല്ലാവരും ഇടപെട്ടത്. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ, ശിശു വികസന കമ്മീഷൻ എല്ലാവരും അറിഞ്ഞത് മീഡിയാസ് വഴിയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി എന്താണ് മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം കിട്ടിയല്ലോ? മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. കുഞ്ഞിന് അടുത്ത മാസം SITയിൽ സ്കാനിങ്, ബ്ലഡ് ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഇനി ചെയ്യണം. ഇത് ഇല്ലായിരുന്നെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. 1 വർഷത്തിന് ശേഷമാണ് സ്കാനിങ് പറഞ്ഞിരിക്കുന്നത്. ആ 1 വർഷം അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് 1 വർഷമാവും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ചികിത്സാ സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ ഈ വാർത്തയ്ക്ക് ശേഷം? അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും എങ്ങനെയാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അതിനി അതിൻ്റെതായിട്ടുള്ളൊരു നിയമ നടപടി കോടതിയിൽ നിന്ന് ലഭിക്കുമെന്നാണ്. കോൺടാക്ട് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല? ഇല്ല, സാധിച്ചിട്ടില്ല. എന്താണ് ഇനി തുടർ നടപടി എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇതുവരെയും കുഞ്ഞുങ്ങൾക്ക് ചെലവിനുള്ളൊരു തുക കോടതി അനുവദിച്ചിട്ടില്ല. ഇനി അത് അനുവദിക്കുമെന്നായിരിക്കും ആണ് പ്രതീക്ഷ. ഇവിടെയല്ലേ ഇനി താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതെ, ഇവിടെ തന്നെയാണ് താമസിക്കുക. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ അടുക്കളയിൽ അടക്കം ക്യാമറ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ? തോന്നലുണ്ട്. തുടരാൻ ഒരു ഭയം തോന്നുന്നുണ്ടോ? ഭയം തീർച്ചയായിട്ടും ഉണ്ട്. എന്നെ കുഞ്ഞുങ്ങളെ പുറത്താക്കിയ ആൾക്കാർ, ഗേറ്റ് പൂട്ടി പുറത്താക്കി, കുഞ്ഞുങ്ങളോട് പോലും കരുണ കാണിക്കാത്ത ആൾക്കാർ ഏത് നിമിഷം എന്തും ചെയ്യും എന്നുള്ളൊരു ഭീഷണി ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും എനിക്ക് വേറെ ഒരു ഇടവില്ല. ഈ വീടല്ലാതെ വേറൊരു ഇടവും ഇല്ല. എനിക്ക് സ്വന്തമായിട്ട് ജോലിയില്ല. അപ്പോഴത്തേക്കും എനിക്ക് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് എനിക്കിവിടെ താമസിച്ചേ പറ്റുള്ളൂ. Vale.